الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلكم يرجعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഏതേത് സാഹചര്യത്തിൽ നമ്മെ റബ്ബ് തിരിച്ചു വിളിക്കുമ്പോഴും മുസ്ലിമായി, മുഅ്മിനായി, മുവഹിദായി, സ്വർഗത്തിന്റെ അവകാശിയായി
ഈ മണ്ണിൽ നിന്ന് യാത്ര പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇക്കഴിഞ്ഞ ആഴ്ച നമ്മിൽ നിന്ന് വിട ചോദിക്കുമ്പോൾ മനസ്സാക്ഷിയുള്ള സകല മനുഷ്യരെയും പ്രയാസപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത കാലവിപത്തുകൾക്ക് നമ്മളെല്ലാവരും സാക്ഷിയായി. നമ്മുടെ അയൽ ജില്ലയിൽ നടന്ന ഈ ദുരന്തം നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അറിയുമ്പോൾ വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ട ചില സംഗതികളുണ്ട്. 300-ലധികം ആളുകൾ മരണപ്പെടുകയും അത്രത്തോളം ആളുകളെ കാണാതിരിക്കുകയും കണ്ടു കിട്ടിയ ആളുകളുടെ ശരീരത്തിന്റെ അവശിഷ്ടം ഏതാണെന്ന് തിരിച്ചറിയാതെ അവസാനമായി മണൽ പരപ്പുകളിൽ നിന്ന്, പാറക്കെട്ടുകളിൽ നിന്ന് കിട്ടിയ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിലൂടെ ഇന്ന വ്യക്തിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആനുകാലിക പശ്ചാത്തലം. ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദുരിതത്തിന് ഇരയായ ആളുകൾക്കുള്ള പരീക്ഷണം മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ, ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ അതിനെ നോക്കിക്കാണുന്നു, ഏത് രൂപത്തിൽ നമ്മൾ പ്രതികരിക്കുന്നു, ഏത് രൂപത്തിൽ നമ്മൾ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നു എന്ന് നമ്മെയും റബ്ബ് പരീക്ഷിക്കുകയാണ്. അഞ്ഞൂറിൽ പരം ആളുകൾ മരണപ്പെടുമ്പോൾ നിരീശ്വരവാദികൾ രംഗത്ത് വന്നുകൊണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ പടച്ചവൻ ഇത്ര ക്രൂരനാണോ? നിരപരാധികളായ ആളുകളെ ദയയില്ലാതെ, അറിവില്ലാതെ, റഹ്മത്തില്ലാതെ രാത്രി അന്തിയുറങ്ങി, രാത്രി ഭക്ഷണം കഴിച്ച് കുടുംബങ്ങളോടൊന്നിച്ച് സൊറ പറഞ്ഞിരുന്ന അവരെ ചാലിയാറിന്റെ വിരിമാറിൽ നിന്നും കിലോമീറ്ററോളം ഒഴുകിപ്പോയി അവരെ കണ്ടെത്താൻ പാടുപെടുമ്പോൾ നിരീശ്വരവാദികളും നിർമ്മതവാദികളുമൊക്കെ ഇസ്ലാമിന് നേരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ എന്നവർ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ദൈവം ഇത്ര ക്രൂരനാണോ എന്ന് അവർ ചോദിക്കുകയാണ്. അവരും നമ്മളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്തിന് ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയുണ്ട്. പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്ത് നടക്കുന്ന സർവ്വ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഭൂമിയിലെ മരത്തിൽ എന്നൊരു ഇല വീഴുമ്പോഴും ആഴിയിൽ ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തിന്റെ ചലനം വരെ അല്ലാഹുവിന്റെ വ്യവസ്ഥയും അറിവും കഴിവും കൊണ്ടാണ് നൽകുന്നത് എന്ന് തിരിച്ചറിയണം.
മുദബ്ബിറുൽ ആലമാണെന്ന് പരിചയപ്പെടുത്തിയ പല ആളുകളും, പല സിദ്ധന്മാരും, പല ഔലിയാക്കന്മാരും ഇന്നുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നും ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്നും റബ്ബുമായി ഏറ്റ അടുത്ത ബന്ധമുണ്ട് എന്നും സ്വർഗത്തിന്റെ ടിക്കറ്റുകൾ ഈ ദുനിയാവിൽ തന്നെ നൽകുന്നു എന്ന് വ്യാജേനെ പ്രചരിക്കുന്ന ശൈഖന്മാരൊക്കെ എവിടെ പോയി? മുദബ്ബിറുൽ ആലം അതൊരു സിഎമ്മിന് വകവെച്ചു കൊടുക്കേണ്ടതല്ല. പടച്ച തമ്പുരാന്റെ വിശേഷണങ്ങളിൽ നമ്മൾ ശിർക്ക് വെച്ചാൽ തൗഹീദിന് നേരെയുള്ള അതിക്രമമാണ് എന്ന് സഹോദരങ്ങളെ തിരിച്ചറിയണം. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു ആദിലാണ്, അല്ലാഹു ഹകീമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ, ആദിൽ എന്ന് പറഞ്ഞാൽ നീതിമാൻ, ഹകീം എന്ന് പറഞ്ഞാൽ യുക്തിചിന്തയുള്ള, തത്വചിന്തയുള്ള, നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്നവൻ എന്നാണ് ഹകീം എന്നർത്ഥം. എന്താണ് റബ്ബ് ഈ ദുരന്തങ്ങൾക്കുള്ളിൽ മറച്ചു വെച്ച ഹിക്മത്ത് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും ബാഹ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ടും ചിന്ത കൊണ്ടും ഈ രൂപത്തിലുള്ള സംഭവങ്ങളെ വിലയിരുത്താൻ പാടില്ല. എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, എത്ര സ്ഥലങ്ങൾ ഇല്ലാതായി പോയി, ജീവിതത്തിൽ സ്വന്തമാക്കിയ സമ്പാദ്യത്തിന്റെ തരി പോലും ബാക്കിയാക്കാതെ, കുടുംബത്തിലെ ഒരാളെ പോലും ബാക്കി വെക്കാതെ ഈ ദുരന്തം നമ്മെ കാർന്നു തിന്നുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകവുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതല്ലവൻ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണ ലോകമാണ്. ഇങ്ങോട്ട് പറഞ്ഞയച്ചു തന്നെ നമ്മെ പരീക്ഷിക്കാനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതം പറയുന്നതിന് മുമ്പേ അല്ലാഹു പറഞ്ഞ വാചകം അല്ലദീ ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാത, ജീവിതത്തെയും. ജീവിതം പറയുന്നതിന് മുമ്പേ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു മരണമാണ് പറഞ്ഞത്. വൽ ഹയാത, ജീവിതത്തെയും അല്ലാഹു സംവിധാനിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, പരലോകത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് ആരാണെന്ന് അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ച ആളുകളെ കുറിച്ച് വേദനിക്കുമ്പോൾ, അവരെ കുറിച്ച് വിലപിക്കുമ്പോൾ നമ്മളത് തിരിച്ചു മനസ്സിലാക്കിക്കൊള്ളുക. ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ നിന്ന് നേടാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവി ഷഹീദിന്റെ കൂലി കിട്ടുക എന്നത്. അടർക്കടത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരവും സമ്പത്തും കുടുംബവും ഒക്കെ ത്യജിക്കുന്ന സഹാബത്തിന് കിട്ടാൻ സാധിക്കുന്ന സ്ഥാനത്തേക്ക് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്കുള്ള മഹാഭാഗ്യം പരലോകത്തുണ്ട്. 4 തരം രക്തസാക്ഷികളുണ്ട് എന്ന്, ശുഹദാക്കളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ബിൽഡിങ്ങുകൾ പൊളിഞ്ഞ് ഇടിഞ്ഞു വീണ് മരിക്കുന്ന ആളുകള്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകള്, ഉദര സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് മരിക്കുന്ന ആളുകള്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് മരിക്കുന്ന ഈ 4 വിഭാഗം ആളുകളും രക്തസാക്ഷികളാണെന്നാണ്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാന്റെ മാർഗത്തിൽ ജീവിതം നഷ്ടപ്പെടുത്തിയ ആളുകളെ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. വൽ അഹ്യാറും, അവർ ജീവിച്ചിരിക്കുന്നു.
ഇന്ദ റബ്ബിയും റബ്ബിന്റെ അടുക്കൽ യുർസഖൂൻ ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടല്ല, നമ്മളെ ഈ ഖബറിലല്ല, പരലോകത്ത് അവർക്ക് രണ്ടു നേരവും ഭക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ പച്ചക്കിളികളുടെ ശരീരത്തിലേക്ക് അവരുടെ ആത്മാവിനെ വിന്യസിച്ചുകൊണ്ട് അവർ പാടി പറന്ന് നടക്കുന്നു. ഇങ്ങനെ ആലോചിക്കുമ്പോഴോ അവർക്ക് നേടാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരു വിശ്വാസി അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ ഞാൻ ഈ ഖുതുബക്ക് കയറുമ്പോൾ വയനാട്ടിൽ നിന്ന് അടുത്ത ഒരു ദുരന്ത വാർത്തക്കാണ് നമ്മൾ സാക്ഷികളായത്. വയനാട് അമ്പലവയലിൽ ചെറിയ ഒരു ദുരന്തത്തിന് തുടക്കം കുറിക്കുന്നുവെന്നും അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു എന്ന വാർത്ത 7 സ്ഥലങ്ങളിലുണ്ടത്രേ. സമാധാനിക്കാനും ആശ്വസിക്കാനും നേരമായിട്ടില്ല നമുക്ക്. സഹോദരങ്ങളെ, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ മരിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് 4-ാം മാസത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമുക്ക് റൂഹ് നൽകിയ അന്ന് തീരുമാനിക്കപ്പെട്ടതാ. കഷ്ണം കഷ്ടമായി ചാലിയാറിന്റെ വിരിമാറിലൂടെ കഷ്ണം കഷ്ടമായി ചിതറിക്കൊണ്ട് മരിക്കുമെന്ന് ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ല റബ്ബ്. ജനിച്ച അന്ന് മുതൽ, അവർക്ക് ജീവൻ നൽകിയ അന്ന് മുതൽ റബ്ബ് തീരുമാനിച്ചു വച്ചതാണ് എന്നുള്ള വിശ്വാസം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഈ ലോകത്തെ മുഴുവൻ റബ്ബിന്റെ നിയന്ത്രണമാണ്. നമ്മൾ ഈ ഭൂമിയുടെ ചെറിയൊരു ഇളക്കം, ചെറിയൊരു കുലുക്കം ഉണ്ടായപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. ഈ ഭൂമി ഇളകിക്കൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ വേഗത എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഭൂമി 1667 കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1667 കിലോമീറ്റർ. നമ്മുടെ വണ്ടി ഏറിയാൽ നമുക്ക് 100 ഓടാ, അല്ലെങ്കിൽ 120 ഓടാ. ആലോചിച്ച് നോക്കി, 1667 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ഭൂമിയിൽ ആ ഭൂമിയുടെ ചലനവും ആ ഭൂമിയുടെ കറക്കവും തിരിച്ചറിയാതെ സമാധാനത്തോടെ നമ്മൾ അന്തിയുറങ്ങുക. അതോടൊപ്പം ഭൂമി സൂര്യന് ചുറ്റും വലയം വെച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഗ്രഹങ്ങളും ഓരോ ഉപഗ്രഹങ്ങളും അതിന് നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂറത്തു യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പർവ്വതങ്ങളും മലനിരകളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന പല സീനറിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എല്ലാരും വയനാട്ടിലേക്ക് ടൂർ പോയിരുന്നത് അല്ലേ? മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്, വയനാട്ടിലേക്ക് ആലോചിക്കണം. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ആ പ്രദേശത്തിലൂടെ നമ്മളൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദവും ആഹ്ലാദവും ഉണ്ടാക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളും ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതുൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പാർശ്വഭാഗങ്ങൾ കൊണ്ടും റബ്ബിനെ ഓർക്കുന്ന ആളുകൾക്ക് അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂ. അവര് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. പടച്ചോനെ, ഈ രാജ്യവും ഈ ലോകവും ഈ പ്രകൃതി ഭംഗിയും എല്ലാം നീ വെറുതെ ഉണ്ടാക്കിയതല്ല. ഇതിനുള്ളിൽ, ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടൊരു വ്യവസ്ഥയുണ്ട്, കൃത്യമായിട്ടൊരു തീരുമാനമുണ്ട് എന്ന് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാൻ സൂചിപ്പിച്ചല്ലോ, റബ്ബ് തീരുമാനിച്ച തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയത്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ഈ ഭൂമിയിൽ നടക്കുന്ന ഏത് വിപത്തുകളാണെങ്കിലും
നിങ്ങളുടെ ശാരീരികമായി നിങ്ങൾ അനുഭവിക്കുന്ന വിപത്തുകളായിരുന്നാലും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബലി അൻ നബ്റഹ, അത് സംഭവിക്കുന്നതിന് മുമ്പേ, വയനാടിലെ പ്രളയവും വയനാടിലെ ഭൂചലനവും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നതിന് മുമ്പേ അള്ളാന്റെ റിക്കാർഡിലുണ്ട്. നമ്മുടെ നാട്ടില് നമ്മുടെ ദേശത്ത് എന്ത് വിപത്താണ് മറഞ്ഞിരിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്കറിയില്ല, റബ്ബിനറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്ത ഒരു വെള്ളിയാഴ്ച ഇതേ രൂപത്തിൽ ഒത്തുകൂടാൻ നമ്മൾ ഉണ്ടാകുമോ, പള്ളി ഉണ്ടാകുമോ, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാനാകില്ല. ഇന്ന് വയനാടിൽ അവർക്ക് നിസ്കരിക്കാൻ പള്ളിയില്ല, അന്തിയുറങ്ങാൻ വീടില്ല, പശിയടക്കാൻ ഭക്ഷണമില്ല, സമ്പാദ്യങ്ങളും പ്രിയപ്പെട്ട ആളുകളും അന്യമായി. നമ്മളെ ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ആലോചിച്ചു നോക്കിങ്ങള്. പ്രവാസ ലോകത്ത് നിന്ന് പ്രിയപ്പെട്ട ആളുകളെ ഒരു നോക്ക് കാണാൻ വരുമ്പോൾ ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല, സമ്പാദ്യമില്ല. പ്രവാസ ലോകത്ത് പണിയെടുത്ത് തന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗം കൊണ്ടും താൻ സ്വന്തമാക്കിയ തന്റെ വീടില്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, റബ്ബിലേക്ക് നമ്മൾ അടുക്കണം. തിരുത്തേണ്ടത് നമ്മൾ തിരുത്തണം. നമ്മുടെ സമീപനങ്ങള്, നമ്മുടെ പ്രതികരണങ്ങള് നമ്മൾ ആലോചിക്കണം. ഇന്ന് നടക്കുന്ന പല പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഉത്തരവാദി മനുഷ്യരാണ്. നമ്മുടെ ഇഷ്ടാനുസരണം ഭൂമിയെ അടിച്ചു നിർത്തി ഫ്ലാറ്റുകൾ ഉണ്ടാക്കി, വില്ലകൾ ഉണ്ടാക്കി, എയർപോർട്ടുകൾ ഉണ്ടാക്കി, മൈതാനികൾ ഉണ്ടാക്കി. നമ്മൾ മനസ്സിലാക്കിയില്ല, പടച്ച തമ്പുരാൻ ഈ ഭൂമി ഇളകാതെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നിശ്ചയിച്ച പർവ്വതങ്ങൾ, പർവ്വതങ്ങൾ ഈ ഭൂമിയുടെ ആണിയാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മള് ഈ ഫർണിച്ചറിന്റെ ആണികളൊന്ന് മാറ്റി നോക്കൂ, ഇളകൂലെ? ഭൂമിയുടെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു നിശ്ചയിച്ച ആണികളെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി അടിച്ചു നിരത്തുമ്പോൾ ആരാണ് ഉത്തരവാദി? ഖുർആൻ പറഞ്ഞില്ലേ, കരയിലും കടലിലും ഒക്കെ കുഴപ്പമുണ്ടാകാനുള്ള കാരണം എന്താണ്? ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിലെ തിന്മയാണ് എന്ന് ഖുർആൻ പറയാ. നിങ്ങളെ കൂട്ടത്തിലെ ചില ആളുകൾ ചെയ്ത തെറ്റായ പ്രവണതയുടെ ഫലമാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടായത്. ഖുർആൻ പറയാ, നിങ്ങളെ കൂട്ടത്തിലെ ചില ആൾക്കാർ വേണ്ടാത്ത ചെയ്ത്. പുഴ ഒഴുകുന്ന സ്ഥലത്ത് പുഴയുടെ സ്ഥലം സ്വന്തമാക്കി വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു വേള പുഴ അതിന്റെ സ്ഥലം തിരിച്ചെടുത്തു. അത്രമാത്രം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, വത്തഖൂ ഫിത്ന, ഒരു ഫിത്നയെ നിങ്ങൾ പേടിക്കണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അത് ചെയ്ത ആളുകൾക്ക് മാത്രമല്ല അതിന്റെ തിന്മ ഉണ്ടാകുക. ഒരു തിന്മ, തോന്നിവാസങ്ങള്, അശ്ലീല ആഭാസങ്ങള്, ചുംബന സമരങ്ങള്, അധാർമികമായിട്ടുള്ള പ്രവണതകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടമാടുമ്പോൾ മനസ്സിലാക്കണം, ചെയ്തവർക്ക് മാത്രമല്ല കിട്ടുക. വയനാട്ടിലെ ആളുകൾ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്തില്ല എന്ന് വരാം, പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്റെ കരങ്ങളിൽ ഉണ്ടായ തെറ്റായ സമീപനത്തിനുള്ള താക്കീതായി ഇത് വരാൻ സഹോദരങ്ങളെ പാഠങ്ങൾ ഉൾക്കൊള്ളണം. നമ്മള് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു നശിപ്പിച്ചില്ലേ? വൈകാരിക നിർവഹണത്തിന് വേണ്ടി സ്ത്രീകളെ സമീപിക്കുന്നതിന് പകരമായി പുരുഷന്മാരെ അവർ സമീപിച്ചുകൊണ്ട് വീഴ്ച നടത്തി. മലക്കുകളെ പോലും പ്രാപിക്കാൻ വേണ്ടി അവർ മത്സരിച്ചു വന്നപ്പോൾ സഹോദരങ്ങളെ, ഒരടയാളവും ബാക്കിയാകാതെ
അങ്ങനെയുള്ള ഒരു സമൂഹം ആ കാലഘട്ടത്തിൽ ജീവിച്ചതിന് യാതൊരു തെളിവും ബാക്കി വെക്കാതെ അള്ളാഹു ഭൂമിയെ മറിച്ചിട്ടു. ഡെഡ് സീ ഇന്നും ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ഗുണപാഠമായി ഡെഡ് സീ. ഒരു ജീവനുള്ള വസ്തു പോലും അതിൽ വളരില്ല, ജീവിക്കില്ല. സാന്ദ്രത കൂടുതലാണ്, താന്നു പോകില്ല. വെള്ളത്തിൽ താന്നു പോകാതെ നമ്മൾ കണ്ടല്ലോ, പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഒരാളിന്ന് ഹലാലായ മാർഗത്തിൽ അവന് പെണ്ണിനെ പോറ്റാൻ കഴിയുമെങ്കിൽ 4 വരെ കല്യാണം കഴിക്കാം. അതല്ലാതെ തെറ്റായി പ്രകൃതി വിരുദ്ധമായിട്ടുള്ള മാർഗത്തിലൂടെ വ്യതിചലിക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ ശിക്ഷയുണ്ടാകും. ആ പെണ്ണുങ്ങളൊന്നും വേണ്ട, ആണുങ്ങളും ജീവിക്കുക, പെണ്ണുങ്ങളും ജോഡിയായിട്ട് ജീവിക്കുക. ഇങ്ങനെ എല്ലാവരും കരുതി ഈ ലോകം നിൽക്കുമോ? ഇങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ ഈ ലോകം നിലനിൽക്കുമോ? നമ്മുടെ ഉപ്പയും ഉമ്മയും അവർ വിവാഹം ചെയ്തതിലൂടെ നമ്മളുണ്ടായത്. അടുത്ത സന്താനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ആ സംവിധാനം ഇവിടെ നടക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. ആദ്യ സമൂഹം, സമൂഹ സമൂഹം, ആദ്യ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് ശക്തമായ കൊടുങ്കാറ്റുമാണ്. ഗോനു, കത്രീന, സുനാമി എന്നൊക്കെ നമ്മൾ വിളിച്ചില്ലേ? ഇത് കൊടുങ്കാറ്റിന്റെ വിവിധ രൂപങ്ങളാണ്. സമാനിയത്ത് അയ്യാം, 7 പകലും അവരെ 8 രാത്രിയുമായി അടിച്ചു വീശി കാറ്റ്. ഈ തപ്പന തടികൾ മറിഞ്ഞു വീഴ രൂപത്തിൽ അവർ മരിച്ചു കിടക്കുന്നു എന്ന് ഖുർആൻ പറയാ. സഹോദരങ്ങളെ, സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ ആയത്ത് നമ്മളെല്ലാവരും ഓർക്കണം. ഞാൻ ആ ആയത്തിന്റെ നമ്പർ പറഞ്ഞതെന്നറിയോ? ഒന്ന് പോയി മറച്ചു നോക്കണം. സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, ഫകുല്ലൻ അഖദിനാ ബിദംബി, അവരെ എല്ലാവരെയും ഞാൻ പിടികൂടിയത് അവർ ചെയ്ത തെറ്റുകൾ മൂലമാണ്. ബിദംബി, അവർ ചെയ്ത പാപം മൂലമാണ്. ഫമിൻഹും, അവരുടെ കൂട്ടത്തിൽ മൻ അർസൽനാ അലൈഹി ഹാസിബൻ, കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. ഫമിൻഹും മൻ അഖദഹു സൈഹത, ഘോരമായ ഒരു ശബ്ദം കേൾക്കെ നശിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. വയനാട്ടിലെ ആളുകൾ പറയുന്നു, വീട്ടിൽ നിൽക്കുമ്പോൾ വലിയ ശബ്ദം കേട്ടുന്ന, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുകൾ വിലയിരുത്തുക, ഹെലികോപ്റ്ററൊക്കെ താഴ്ന്നു പറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചിറകടിക്കുമ്പോൾ ഒരു ശബ്ദം ഞങ്ങൾക്ക് അതിന് മുമ്പ് അനുഭവപ്പെട്ടുന്ന സ്വൈഹ, ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ ഫമിൻഹും മൻ ഖസഫിനാ ബിഹിൽ അർള, ഭൂമി പിളർത്തി നശിപ്പിക്കപ്പെട്ട ആളുകൾ മുൻകഴിഞ്ഞ സമൂഹത്തിലുണ്ട്. വമിൻഹും മൻ അഹ്റഖിന, മുക്കിക്കൊന്ന, വെള്ളത്തിൽ പ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ട സമൂഹവും മുമ്പുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ, വമാ കാനല്ലാഹു ലിയുളിലമുഹും, അല്ലാഹു ദുൽമ ചെയ്യൂല, വലാകിൻ അൻഫുസുഹും യുളിമൂൻ, നിങ്ങളോട് ചെയ്ത തെറ്റാണ്. എങ്ങനെ? പ്രളയവും ഭൂകമ്പവും കൊടുങ്കാറ്റും സുനാമിയും ഭൂചലനവും ഇതൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളോട് ചെയ്യുന്ന അന്യായമല്ല, നിങ്ങളെ ചെയ്തികളാണ്, നമ്മുടെ ചെയ്തികളാണെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ തിരിഞ്ഞു നോക്കണം. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ? അല്ലാഹ് നമ്മളെ ശിക്ഷിക്കും, അല്ലാഹു നമ്മെ പരീക്ഷിക്കും. ഇതൊക്കെ ഖിയാമത്തിന്റെ ഡോസ. പൂരം നടക്കുന്നതിന് മുന്നേ സാമ്പിൾ വെടിക്കെട്ടുണ്ടാവില്ലേ? ഖിയാമത്ത് നാളിന് മുമ്പ് പടച്ച തമ്പുരാൻ ചില ഡോസുകൾ നമ്മുടെ മുമ്പിൽ കാണിക്കുക. ഖുർആൻ പറഞ്ഞു, വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, വലിയ ദുരന്തം, ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ് പല ദുരന്തങ്ങളും പല അപകടങ്ങളും നിങ്ങളെ തേടിയെത്തുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് മാത്രമല്ല ഇത് പാടും. നാളെ നമ്മൾ ആരുണ്ടാവുന്ന അറിയില്ല, എത്ര ആൾക്ക് കബറ് കുഴിക്കണമെന്ന് അറിയില്ല.
അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ വിപത്ത് എപ്പോഴും ഇവിടെ നാളെ എന്ത് നടക്കുമെന്ന് റബ്ബിനല്ലാതെ പറയാൻ കഴിയില്ല, ഒരാൾക്ക് കഴിയില്ല. ഒരു ജ്യോത്സ്യനോ പണിക്കരനോ ഔലിയാവിനോ അതല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു തേടുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഖ്ലൂക്കിനും കഴിയില്ല. കഴിഞ്ഞോ? ആരെങ്കിലും പറഞ്ഞപ്പോ മുഖറബായ കുറെ ആൾക്കാരുണ്ടെന്നറിയില്ലേ? കുറെ ബീവിമാര്, കുറെ അമ്മമാര്, അല്ലെ, കുറെ ശേഖന്മാര്, സിദ്ധന്മാര് എവിടെ പോയി? അല്ലേ, പാഠങ്ങൾ ഉൾക്കൊള്ളുക. ദുരന്ത ബാധിതരെ സഹായിക്കുക എന്നുള്ള ബാധ്യത കഴിഞ്ഞ ആഴ്ച കലച്ച് നടന്നു. അതിലും നിർത്താനായിട്ടില്ല. വയനാട്ടിലേക്ക് സഹായങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ചെയ്യുന്നത് കേവലം പെട്ടെന്നുണ്ടാകുന്ന ഒരു സഹായമല്ല. അവിടെയുള്ള ആളുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച് അവർക്ക് എന്ത് സഹായമാണ്. ഇപ്പൊ എല്ലാവരും ഉണ്ടാവും, ഒരു മാസമൊക്കെ എല്ലാവരും ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവില്ല. അവരെ പുനരധിവാസം, വീണ്ടും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കാൻ, അനാഥ മക്കളെ ഏറ്റെടുക്കാൻ, ഇങ്ങനെയുള്ള ക്രിയാത്മകമായി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. വിവരങ്ങളെ അറിയല്ലോ, എല്ലാവരും നേരിട്ട് സഹായിക്കാം, അതല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാം. എങ്ങനെയാണോ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരാഴ്ച കൂടി ഓർക്കുക. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുവെങ്കിൽ പടച്ച തമ്പുരാനോട് നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹു ശിക്ഷിക്കൂല എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം കുറ്റിയ മൗടിയാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നേരല്ല. ഒരു ജുമഅക്ക് സമയത്ത് പള്ളിയിൽ വരാൻ നേരല്ല. നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ മനസ്സില്ല. നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനവുമായി പുറംതിരിഞ്ഞിരിക്കുക. നമ്മള് ആലോചിക്കി എല്ലാം അങ്ങനെ ശിക്ഷിക്കാതിരിക്കുക. കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു ദിവസത്തിൽ 100-ൽ അധികം തവണ ഇസ്തിഗ്ഫാർ നടത്തി. കുറച്ചേരൊക്കെ ജുമ കഴിഞ്ഞ് ഒന്ന് ഇന്ന് പ്രാർത്ഥിച്ചാണ് പോയിക്കോളി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള സമയം. കൂട്ടുപ്രാർത്ഥന പ്രവാചകന്റെ സുന്നത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നടത്താത്തത്. അവനാണ് സ്വന്തം പറയണം. അവനാന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും മുറാദുകളും വേദനകളും ഓരോരുത്തർക്കും അറിയാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് മനസ്സോർന്ന് പഠിച്ചോണ്ട് പറഞ്ഞൂടെ? അടുത്ത വക്ത് നമുക്ക് ഉണ്ടോന്ന് അറിയോ? നിങ്ങൾ ഓരോ വക്ത് നിസ്കരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമായി നിസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഖുശൂ കിട്ടുന്ന, ഞാൻ എനിക്ക് കിട്ടൂല പഠിച്ചോനെ, ഇതിന്റെ നിസ്കാരം അവസാനത്തെ നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചു നിങ്ങള് ശ്രദ്ധ പോകുമോ? മറന്ന കണക്ക് കിട്ടുമോ? ഭൗതികമായ ലോകത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമോ? സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പടച്ചവന്റെ അഗ്നി പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.